ഞങ്ങളുടെ ഇളയ മകൾ കവിതാ മനോഹറിന്റെ വിവാഹ ദിവസമാണിന്ന്. ഒരു ഇൻഡിപെൻഡന്റ് ക്യാരക്ടർ ആയിരുന്നു. നമുക്ക് എല്ലാം സ്വയം ചെയ്യുന്ന ഒരു രീതിയാണ്. ധീരജ് ആലപ്പുഴ ജില്ലക്കാരനാണ്. ധീരജിനെ സംബന്ധിച്ച് പറയുമ്പോഴും കവിതയുടെ നേച്ചറുമായിട്ട് ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള ആളാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉദ്ദേശിക്കുന്നത് ലൈഫിന്റെ ഗ്രാജുവൽ മാറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം നമ്മൾ എംബ്രേസ് ചെയ്യാൻ റെഡിയാണ്. നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ നടവഴിയുടെ ഓരങ്ങൾ പൂച്ചൂടാനെന്തേ കുടകരികിലെ തൂമഞ്ഞോ കണ്ണൂരിൽ പെയ്തേ മനമാകയോ പുതുസൗരഭം മെയ് 1 ഒരു സ്പെഷ്യൽ ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. കവിതയെ പറ്റി പറയുകയാണെങ്കിൽ കവിത എഴുതുന്ന ഒരു കവിതയാണ്. ചെറുപ്പം മുതലേ ധാരാളം വായനയും ഒപ്പം തന്നെ അത്യാവശ്യം എഴുത്തും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ് കവിത. കവിത എഴുതുന്നു കനകമഷിയാലാരോ കരളിലുണരുന്നു പ്രിയതരമൊരു നവഗാനം കാറ്റലയിലാരേകി സ്നേഹമയ സംഗീതം കാൽത്തളിരിൽ നീ ചാർത്തു നിന്റെ കളമഞ്ജീരം പീലിത്തുമ്പു കൊണ്ടു കാലം മെല്ലെ തൊട്ടൊഴിഞ്ഞു ലോലം നിന്നിൽ നെയ്തൊരിന്ദ്രജാലം കാണും കനവുകളിതു സമയം. മൗനങ്ങൾ മിണ്ടുമൊരേ നേരത്ത് മോഹങ്ങൾ പെയ്യുമൊരേ തീരത്ത് ഇതുവരെ തിരയുവതെല്ലാം മനസ്സിനിതളിൽ അറിയ ശലഭമായി വരവായി ഇന്നെഞ്ചും നീലാകാശം. അതായത് ഐ ലവ് യു എന്ന വാക്ക് നമ്മൾ കുഞ്ഞിനോടും പറയും, നമ്മുടെ അച്ഛനോട് പറയും, അമ്മയോട് പറയും, നാട്ടുകാരോടും ഒക്കെ നമുക്ക് ഇഷ്ടം മനുഷ്യനോടും ഐ ലവ് യു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഐ ലവ് യു ഐ ലവ് യു എന്നുള്ള അർത്ഥമുള്ള ഐ ലവ് യു പ്രണയം എന്ന അർത്ഥം വരുന്നത് ധീരജിനോട് പറഞ്ഞപ്പോഴാണെന്ന് ഞാൻ ധീരജിനോട് മറുപടി പറഞ്ഞത് അല്ലേ? നിങ്ങളിത് പോയി അവിടെ ചെന്നൊരു കവിതയുടെ ബുക്ക് ഉണ്ടോ എന്ന് ഞങ്ങൾ അവരെ ആ ലൈബ്രറിയെ ചോദിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്നു. ചെമ്മണ്ണിന്റെയും ചെമ്പരത്തിയുടെയും ചുവപ്പിലാണ് ഹൃദയം, പക്ഷേ അരികിലേക്ക് മാറ്റി നട്ടിട്ടും പുഞ്ചിരിക്കുന്ന ശവംനാറിയുടെ ഇടവേളകളിൽ പൂത്തുപടരുന്ന കുറിഞ്ഞിയുടെ ഒഴുക്കിനെതിരെ നീന്തുന്ന കൊടുവേലിയുടെ നീലയിലാണ് ഞാൻ പോരാട്ടത്തിന്റെ കനൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ കട്ടച്ചുവപ്പല്ല, ചെന്നീലയാണ് പ്രിയപ്പെട്ട നിറം. സ്വർണ്ണത്തീനാളമോ മുല്ലപ്പൂക്കാലമോ വർണ്ണക്കോലങ്ങളോ നെഞ്ചാകെ വെള്ളത്തേൻ കൊഞ്ചലോ തുള്ളും കമ്മലോ ചെല്ലക്കാർ
കുറേ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റി. നമ്മള് പ്രത്യേകിച്ച് ആന്റണി മാഷൊക്കെ എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര എനിക്ക് കാര്യവട്ടത്ത് തൊട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പം പഠിപ്പിച്ച മാഷാണ്. കവിത എൻ്റെ വളരെ കുഞ്ഞനിയത്തിയാണ്. കാരണം ഞങ്ങളൊന്ന് 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ചേച്ചി അമ്മയും എന്നൊക്കെ പോലെ കുറേ കാലം കുഞ്ഞുനാൾ മുതൽ നടന്നതാണ്. ഇപ്പോൾ അവള് ജീവിതത്തിന്റെ മറ്റൊരു പടവിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്.